അയാളെ വരുന്നുണ്ടാ. ആര്? ഹിറ്റ്ലർ. അയാളുടെ കണ്ണി പെടുന്നതിന് മുമ്പ് എവിടെങ്കിലും പോയി ഒളിക്കണം. അതിലെവിടെയും വഴിയുണ്ടോ? അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ട് ഇതാരും മാധവേട്ടനോ? എന്താ മാധവേട്ട വിശേഷിച്ച്? ഏതാടാ ഇവൻ? ഇത് നമ്മുടെ ഹൃദയഭാനു അല്ലേ? അതെ, ഹൃദയഭാനു തന്നെ. ഇവനിപ്പോ എവിടാണാവോ? ഇവനെ ഇപ്പൊ എന്റെ വീടിന്റെ വാതകം ഓടിച്ചു കളയലാണ് എന്റെ പ്രധാന പണി. 2 പ്രാവശ്യം ഇവൻ എന്റെ ഇന്ന് രക്ഷപ്പെട്ടു. ഇനി ഇവനെ അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എവിടെ അവന്റെ വീട്? ഇവന്റെ വീടും അഡ്രസ്സും ഒക്കെ എനിക്ക് ഉടനെ വേണം. മാധവേട്ടന് നാത്തോട്ടിരുന്നോ? ഞാനൊന്ന് തപ്പിയെടുക്കണം. വേഗം തപ്പിയെടുക്കണം. നീ കാരണം ഡെപ്പോസിറ്റ് ഇടാൻ ഞാൻ 3 ലക്ഷം 4 ലക്ഷം. ഓക്കെ ഓക്കെ, സൂക്ഷിച്ചിരുന്നോണേ. താങ്ക് യു. ഹലോ ഹലോ, മിസ്റ്റർ ബാലേന്ദ്രനല്ലേ? ഉണ്ടല്ലോ. ആരാ? ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഗേൾ ഫ്രണ്ട്. വേറെന്തെങ്കിലും അറിയണോ? മര്യാദയ്ക്ക് ഫോൺ ബാലേന്ദ്രന് കൊടുക്കണം മിസ്റ്റർ. ഏതാടാ ഈ പെണ്ണ്? ഇത് നമ്മുടെ സിൽക്ക് സ്മിതയല്ലേ മാധവേട്ട? എന്നാ അവളെ നിന്നെ വിളിക്കുന്നു. എന്നെ? സിൽക്ക് സ്മിത എന്തിന്? ഹലോ, ആരാ? ഇത് ഞാനാ ബാലേട്ട, അമ്മ. ഏതാ കാട്ടാളൻ? ഏത് ഫോൺ എടുത്തത്? അയാൾക്ക് ഞാൻ ആരാ എന്താന്നൊക്കെ അറിയണം. ഞാൻ നല്ലോണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതാ അയാള്? അത് എന്റെ ഒരു ചേട്ടനാണ്. പേര് മാധവൻകുട്ടി ചേട്ടൻ എന്ന് പറയും. ഹലോ 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 അല്ല മാധവേട്ട, മാധവേട്ട ദേവി ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇത് മാധവേട്ടൻ വിചാരിക്കുന്ന പോലെയുള്ള പെണ്ണുങ്ങളൊന്നും അല്ല. വേണമെങ്കിൽ ആരായിരുന്നു ഞാൻ പറയാം. പക്ഷെ മാധവേട്ടൻ അവളോട് പോയി ദേഷ്യപ്പെടരുത്. നിന്നെ ഇത് വേറെ ആരുമല്ല, എന്റെ പെങ്ങളൊരുത്തി ഉണ്ടല്ലോ ഗൗരി, അവളായിരുന്നു. ഗൗരി? പക്ഷെ ഇപ്പഴത്തെ മാധവേട്ടൻ നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ടാണ് അവൾ ചീത്ത വിളിച്ചത്. ചീത്ത വിളിച്ചോ? ആര് ചീത്ത വിളിച്ചു? എന്നെ ചീത്ത വിളിച്ചു എന്ന് അവള് പറഞ്ഞോ? ഏയ്, അവളൊന്നും പറഞ്ഞില്ല. അവള് ചീത്ത വിളിക്കാനും മടിക്കാത്തവളായതുകൊണ്ട് പറഞ്ഞതാ. എന്ത് ചെയ്യാം മാധവേട്ട, അവൾ എന്റെ പെങ്ങളായി പോയില്ലേ. പക്ഷെ ഒരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. മാധവേട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമല്ലോ, അതോടെ അവളെ സർവ്വ വെള്ളവും തീരും. പിന്നെ ലോകത്ത് മാധവേട്ടനെ മാത്രമേ അവൾക്ക് പേടിയുള്ളൂ. ഹലോ, പോയോ? നിന്നോട് ആരാടി ഈ നേരത്തെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞത്? അതിന് ഞാൻ അറിഞ്ഞു മാധവേട്ടൻ അവിടെ ഉണ്ടാവുന്നു. എന്നെ പിടുത്തം കിട്ടില്ലല്ലോ അല്ലേ? എങ്ങനെ പിടുത്തം കിട്ടും? ഏട്ടന്റെ പെങ്ങന്മാരെല്ലാം വലിയ പുണ്യവാളത്തികളാണെന്നല്ലേ ഏട്ടന്റെ വിചാരം. പിന്നെ എനിക്കൊരു വഷള പെങ്ങളുണ്ടല്ലോ, അവളുടെ തലയെ വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ വിളിച്ചതേ, നാളെ രാവിലെ മാധവേട്ടൻ തിരുവനന്തപുരത്തിന് പോവാ, സീതേച്ചിയുടെ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി. അപ്പോ ഞങ്ങളും ഗൗരി എല്ലാം ചേർന്ന് നാളെ ഒരു പ്ലാൻ ഇട്ടിരിക്കുക, പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ. ബാലേട്ടന് വരണം. ഞാനില്ല, ആ പരിസരത്തേക്ക് പോലും ഞാൻ വരില്ല. നാളെ പ്രത്യേകിച്ച് വരില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ബാലേട്ടൻ വരണം. വരണം എന്ന് പറഞ്ഞാൽ വരണം വരണം വരണം. വന്നില്ലെങ്കിൽ ബാങ്കിൽ വന്ന് ഞാൻ വിളിച്ചിറക്കി കൊണ്ടുപോകും. കണ്ടോ? ഹലോ ഹലോ വെച്ച്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇത്രയും ദൂരത്ത് തിരുവനന്തപുരത്ത് പോയിരിക്കണമെന്നും ആരോടും പറയണ്ട. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് എല്ലാരും വിചാരിച്ചോട്ടെ. അതുപോലെ ആ ഗൗരി എന്ന് പറഞ്ഞോണ്ടല്ലോ, അവളെ ഈ പരിസരത്ത് കേട്ടരുത് കേട്ടോ. അങ്ങോട്ടോ നോക്കടോ, വണ്ടി മുമ്പോട്ടല്ലേ പോകും. മതി മതി, കയറിപ്പോയെ.